പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു 2 മണിക്കൂർ മൂടി വെക്കണം. 2 മണിക്കൂറിന് ശേഷം എടുത്ത് വീണ്ടും ഇളക്കി അതിലേക്ക് സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഇളക്കി വീണ്ടും ഒരു 2 മണിക്കൂർ വെക്കുക. ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കാം. വെളുത്തുള്ളി, പച്ചമുളക് 10 എണ്ണം വീതം വെളുത്തുള്ളി ചേർക്കണം. പച്ചമുളക് 4, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും ചേർത്ത് അതിലേക്ക് മാങ്ങയും ഇട്ട് നന്നായി ഇളക്കി ചൂടാക്കിയ ശേഷം കുറച്ച് വിനാഗിരിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു 2 മണിക്കൂർ മൂടി വെക്കണം. 2 മണിക്കൂറിന് ശേഷം എടുത്ത് വീണ്ടും ഇളക്കി അതിലേക്ക് സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഇളക്കി വീണ്ടും ഒരു 2 മണിക്കൂർ വെക്കുക. ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കാം. വെളുത്തുള്ളി, പച്ചമുളക് 10 എണ്ണം വീതം വെളുത്തുള്ളി ചേർക്കണം. പച്ചമുളക് 4, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും ചേർത്ത് അതിലേക്ക് മാങ്ങയും ഇട്ട് നന്നായി ഇളക്കി ചൂടാക്കിയ ശേഷം കുറച്ച് വിനാഗിരിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം.